ഇതെന്താ ഇങ്ങനെ എങ്ങനെ? ആകെ മൊത്തം കോഞ്ഞാട്ടായി കിടക്കുമല്ലേ? അത് ശരിയാ, ഒരു കൈനോട്ടക്കാരെ കണ്ടിരുന്നെങ്കിൽ ഭാവി അറിയായിരുന്നു. അതിനിപ്പോ എന്തിനാ കൈനോട്ടക്കാരിയൊക്കെ? പിന്നെ നീ പറയോ? നിന്റെ ഭാവി പറയാൻ ഞാൻ മതി. ആക്കല്ലേ മതിട്ടാ. എടാ, ഞാൻ ഹസ്തരേഖ ശാസ്ത്രം മുതൽ കലക്കി കുടിച്ചതാടാ. എന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൈനോട്ടക്കാരനായിരുന്നു. അല്ല, കൈരേഖ നോക്കുമ്പോ അടുത്തിരുന്ന് പഠിച്ചതാ. ഒന്ന് പോടി. ഞാൻ കൈ ഇങ്ങനെ നീട്ടിട്ടെ. ഒരു മിനിറ്റ്, ക്യാരക്ടർ പിടിക്കട്ടെ. കൈയ്യൊരു നിർത്തി പിടിക്കുക. ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയട്ടെ. എന്നാ പറ ഭൂതം. ഒറ്റമോളാണല്ലേ? മരണം വാതിൽ വന്നങ്ങ് മുട്ടിയിട്ട് പോയി. അതുകൊണ്ട് ഇനി മരണം വരെ ദീർഘായുസ്. ഭാവി മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഭാവിയുടെ രേഖ ഇത്തിരി പെശക, പക്ഷെ ഭാഗ്യം 6ാം ക്ലാസ് മുതൽ കൂടെ കൂടിയതാ. അതിപ്പോ ഭാവി കൂട്ടുകാരിയുടെ രൂപത്തിലും ആവാം. പിന്നെ ഇയാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നല്ല ഭാവി കാണുന്നുണ്ടല്ലോ. ഡിജിറ്റൽ മാർക്കറ്റിംഗിലോ? അതെ, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതായിരിക്കും ബുദ്ധി. പിന്നെ വച്ചടി കയറ്റായിരിക്കും. ശരിക്കും? അതെ, എജുറിൽ പഠിക്കുന്നതാണ് ഉചിതം. അവിടെ പഠിച്ചാൽ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, SEO, കോണ്ടന്റ് ക്രിയേഷൻ, അനലിറ്റിക്സ്, അങ്ങനെ ഒരുപാട് മേഖലകളാണ് കാത്തിരിക്കുന്നത്. ആണോ? അതുകൊണ്ടല്ലേ ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. ഇപ്പൊ ക്യാരക്ടർ പോയോ? ഇല്ല, നിന്റെ കൂട്ടുകാരിക്ക് നിന്നെ തനിച്ചുവിടാൻ താല്പര്യമില്ല. അവളുടെ ഭാവിക്കും എജുറ തന്നെയാ നല്ലത്. ഓക്കെ, അത് മതി.